So hello guys, welcome back to my new video. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് K4F സീസൺ 6ൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. യെസ്, സോ നമ്മളിത് ആദ്യത്തെ പാർട്ട് നമ്മൾ എത്രയോ 2-3 മാസം മുമ്പ് ഇട്ടായിരുന്നു. അത് ഞാനിപ്പോൾ എന്തായാലും മേളിൽ കാണാം ഗൈസ്. അപ്പം ഇത് ഒന്ന് പറയണം, നമുക്ക് ആദ്യം പാർട്ട് 2ൽ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം, നമ്മുടെ അപ്ഡേഷൻ. സോ ഇതാണ് നമ്മുടെ മരം വെട്ടി പിക്കാക്സ്, നമ്മുടെ ലൈറ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക്. പക്ഷേ ഇതുവരെയുമായിട്ട് നമ്മുടെ എന്താ പറയുക നെതറൈറ്റ് ആയിട്ടില്ല. നമുക്ക് നെതറൈറ്റ് ഒക്കെ ആക്കണം. എന്താ ഫാം ഞാൻ എന്താ വച്ചാക്കി, ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ബേസ്. അതൊക്കെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മൂതണം. പിന്നെ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ബേസ്. കറൻ്റ്ലി ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എന്തൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോർ, ഇവിടെ എന്തെങ്കിലും ഇത് നമുക്ക് സ്റ്റോറേജ് റൂം ആക്കാം ഗൈസ്. അപ്പം അല്ലെങ്കിൽ മേളിലാക്കണം, ഇവിടെ ആക്കണം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ബിലോ. സോ എന്തോ തോന്നി. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എവിടെ എവിടെ വെക്കണമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു വരണ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വീട്. അതായത് നമ്മൾ കംപ്ലീറ്റ് ഇല്ല. ഇതിനകത്ത് നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ സ്പ്രൂസ്, പിന്നെ ഇവിടെ ഇവിടെ ഒന്നും ഉണ്ടല്ലേ. അപ്പം ഞാനത് 60 ഓക്കെ ജസ്റ്റ് എടുത്തിട്ട് I'm still sorry. എന്തൊക്കെയാ പ്രശ്നം ചെയ്യണേ. ഓക്കെ ഗൈസ്, ഇപ്പം ഇത്രയും വുഡൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രയും തൽക്കാലം ഇത്രയൊക്കെ മതി നമുക്ക് നമ്മുടെ ബേസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ അരവിന്ദ് ബേസാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല ഗൈസ്, കുറച്ച് അങ്ങോട്ട് പോകണം. സോ ഗൈസ്, നിങ്ങളത് കണ്ടല്ലോ, അതാണ് കിരീട്ടോയുടെ ബേസ്. കിരീട്ട് അവൻ്റെ ആണെന്ന് തോന്നാം. അപ്പോൾ അവൻ്റെ ബേസ് എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ റോക്കറ്റില്ല. റോക്കറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കണം ഗൈസ്, കുറച്ച് പണിയാണ്. ഓ സ്പ്രിൻ്റ് കിട്ടി, വെറുതെ അല്ല, നല്ല രസമുണ്ട്. സോ എന്തായാലും നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ കാശ് ഇതെന്താ നീ അടിക്കണേ? ഹലോ ഹുസ്റ്റീസ്. പിന്നെ നമ്മുടെ ഇവിടെ സ്പ്രൂസിൻ്റെ ഒരു ഭയങ്കര വലിയ മരത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ മാറ്റിയതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ മൈനിങ് ഏരിയ ഒക്കെ അറിയാമല്ലോ, ഞാൻ തന്നെ മൈൻ ചെയ്തെടുത്ത ഒരു മൈനിങ് ഏരിയ. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ താഴത്തേക്ക് ഞാൻ അങ്ങനെ കുഴിച്ച് പോയതാണ് ഇങ്ങോട്ട്. ആദ്യം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് കുഴിച്ച് പോയിട്ട് അവിടുന്ന് പോകാനായിരുന്നു. പക്ഷെ ഞാൻ ഇവിടേക്ക് കുഴിച്ചു, എന്താണെന്നറിയില്ല. പിന്നെ അവിടെ ഒരു ഏൻഷ്യൻ സിറ്റി ഉണ്ട്, ഒക്കെ കാണിച്ചു തരാം. പിന്നെ അതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാം. ഇതൊക്കെ നമ്മുടെയാണ്, ഞാനല്ല, ഇതൊക്കെ അരവിന്ദ്പുരം കിരീട്ടോടെ ഒക്കെ. പിന്നെ എൻ്റെ ബേസൊക്കെ മാത്രം കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്, നമ്മുടെ അടുത്ത K4Fൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് കമ്മിങ് സൂൺ, സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഗൈസ്, ഇവിടെ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഐറ്റം ഫ്രെയിം ഉണ്ടായിരുന്നു ഇവിടെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗൈസ് ലാഗ് അടിച്ചു. 7000 പിങ്ങൊക്കെ. പക്ഷെ എൻ്റെ അമ്മോ, എനിക്ക് ഇങ്ങനെ പിങ്ങുണ്ടോ ഗൈസ്? സോ ഗൈസ്, എന്തായാലും പിങ്ങൊക്കെ അടിക്കുന്നുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ പറന്ന് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ.
അങ്ങ് കുറഞ്ഞ കുറഞ്ഞ സോ ഗൈസ് നമ്മുടെ നെത്തൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് 0 MS ഒക്കെയാണ്, 13 MS ആയി. സോ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ അവിടെ ഐറ്റം ഫ്രെയിം ഉണ്ട്, അതെനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് തോന്നിയതായി. ഉണ്ട്. സോ നമുക്കിനി നമ്മുടെ നെതറിലെ കാര്യങ്ങൾ കാണിക്കണം. ഗൈസ് നമുക്കിനി നെതറിൽ പോയിട്ട് നെതറൈറ്റൊക്കെ കണ്ടുപിടിക്കേണ്ടി വരാം, പണിയാണ്. ശരിയല്ലേ ഗൈസ്? എന്നൊന്നും ചെയ്യല്ലേ ബ്രോ, ഞാൻ പാവാ. നത്തിങ് 560 സോ എന്തായാലും ബാക്കി ഇതായാലും നമ്മുടെ നെതർ. ഇങ്ങോട്ടുണ്ട് കാര്യമില്ല ബ്രോ. ഇത് അങ്ങോട്ട് മറ്റേ ഇവൻ്റെ അങ്ങോട്ട് വേണമെങ്കിൽ നമ്മുടെ എന്താ അവൻ്റെ പേരെന്തായിരുന്നു, മിസ്റ്റർ വീറ്റ്സിൻ്റെ ബേസ്. പക്ഷേ അവനാണെങ്കിൽ ഇതുവഴി പോയാൽ മതി അവൻ്റെ വീട്ടിൽ. നെവർ എക്സിസ്റ്റ്. ഇതവൻ്റെ 30 ഡയമണ്ടൊക്കെയാണ് അവൻ എടുത്ത് വെച്ചാൽ പാവം കഷ്ടപ്പെടുത്ത്. പാവം. ഓക്കെ. സോ എന്തായാലും ഗൈസ് ഈ വീഡിയോ അവസാനിക്കുക. സോ ഹോപ്പ് ഗൈസ് എൻജോയ്. നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ഹൗസ് ബിൽഡ്, അതായത് നമ്മുടെ ബേസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ നെതറൈറ്റ് കണ്ടുപിടിച്ച് നമ്മുടെ ഫുൾ ആർമർ സെറ്റ് ആവണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്.